മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിൽ സാമ്പത്തിക ക്രമക്കേട്. കാസർഗോഡ് ചന്ദ്രഗിരി ശ്രീശാസ്ത ക്ഷേത്രത്തിലെ 4,70,000 രൂപ കാണാനില്ല എന്ന് പരാതി. 2017 ക്ഷേത്ര നവീകരണത്തിനായി പിരിച്ച പണമാണ് കാണാതായത്. ഒരു 4,70,000 രൂപ അന്നത്തെ കമ്മിറ്റി ചെയർമാൻ, അതായത് ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ, നവീകരണ പ്രവർത്തനത്തിൻ്റെ ചെയർമാനായ അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ നായർ എന്ന് വരുന്നവർ ഈ 4,70,000 രൂപ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറി എന്നാണ് പറയാൻ പറ്റിയത്. അതായത് ഒരു പുഷ്പാഞ്ജലിക്ക് പോലും അവിടെ 5 രൂപ റെസീറ്റ് മുറിക്കുന്ന ആ സമയത്ത് ഈ 4,70,000 രൂപ കൊടുത്തതിന് യാതൊരുവിധ തെളിവുകളോ പ്രൂഫുകളോ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ അന്ന് കൈമാറിയിരുന്നില്ല. ആ പൈസ എവിടെ പോയിന്നോ അതല്ലെങ്കിൽ അത് മറ്റ് രീതിയിൽ വകമാറ്റി ചിലവാക്കിയെന്നോ യാതൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. വിശദാംശങ്ങളുമായി അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി ശ്രീശാസ്ത ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ സാമ്പത്തിക ക്രമക്കേടുകൾ ഉയർന്നു വന്നിരിക്കുന്നത്. 2017 ഈ ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനവും ബ്രഹ്മകലശോത്സവവും നടന്നു. 2017 ഇത് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഭക്തജനങ്ങളിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന് വലിയ തുക സമാഹരിച്ചിരുന്നു. ഈ സമാഹരിച്ച തുകയൊക്കെ തന്നെ അത് ചെലവഴിക്കുന്നതിന്റെ രസീതി ഉൾപ്പെടെ മലബാർ ദേവസ്വം ബോർഡിനെ അറിയിക്കണമെന്നാണ് ചട്ടം. അതുമാത്രമല്ല, ഇതിൽ ബാക്കി വന്ന തുക അത് എത്രയാണോ അത് കൃത്യമായി തന്നെ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കണം, അക്കൗണ്ട് വഴി ഏൽപ്പിക്കണമെന്നും ദേവസ്വം ബോർഡിന്റെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നടന്നില്ല എന്നാണ് ഇപ്പോൾ പരാതിയായി ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ബ്രഹ്മകലശോത്സവവും നവീകരണ പ്രവർത്തനവും കഴിഞ്ഞതിന് ശേഷം 4,70,000 രൂപയോളം തുക ബാക്കി വന്നു. ആ ബാക്കി വന്ന തുക അന്നത്തെ ഇതിൻ്റെ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ആ തുകയ്ക്ക് ഒരു രസീതോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ നൽകാൻ എക്സിക്യൂട്ടീവ് ഓഫീസർ തയ്യാറായില്ല എന്ന പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഈ പരാതി എന്തായാലും മലബാർ ദേവസ്വം ബോർഡിന് കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ദേവസ്വം ഇൻസ്പെക്ടർ നേരിട്ട് വന്ന് അന്വേഷിച്ചിരുന്നു. ആ അന്വേഷണത്തിൽ ഈ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 4,70,000 രൂപ എവിടെ പോയി എന്ന് കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു രേഖകളും ഈ ദേവസ്വം ബോർഡിനെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. എന്തായാലും അതേക്കുറിച്ചുള്ള ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ എക്സിക്യൂട്ടീവ് ഓഫീസറൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അവരും പറയുന്നത് ഇങ്ങനെയൊരു തുക കാണുന്നില്ലെന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. ആ പരാതിയെ തുടർന്നുള്ള അന്വേഷണം ദേവസ്വം ബോർഡ് നടത്തുകയാണ്. 2,80,000 രൂപ അക്കൗണ്ട് വഴിയാണ് കൈമാറിയതെന്ന് ഇയാൾ, അതായത് ഈ ആഘോഷ കമ്മിറ്റി ചെയർമാനൊക്കെ വ്യക്തമാക്കി. പക്ഷേ ഏത് അക്കൗണ്ട് വഴിയാണ്, ഏത് അക്കൗണ്ടിലേക്കാണ് കൈമാറിയതെന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെയൊരു സാമ്പത്തിക ക്രമക്കേട് മനസ്സിലാക്കാനുള്ളൊരു കാരണം 2025 ഇങ്ങനെയുള്ള നവീകരണ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ചേർന്നിരുന്നു. ആ കമ്മിറ്റിയിലാണ് പഴയ തുകയെക്കുറിച്ചുള്ള ഒരു കണക്കിനെ കുറിച്ചുള്ള ഒരു ചർച്ച വന്നത്. അതിനെ തുടർന്നാണ് ഈ പരാതിയൊക്കെ ഉണ്ടായത്. അത് അരുൺ പാറക്കലായിരുന്നു. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.